തുടങ്ങട്ടെ. ഇപ്പം നമ്മുടെ നാടുണ്ടായ മട്ടകാണിയോടെ കാണട്ടെ. സപ്പോസ് ഇത് ആഗതി ആണെങ്കിൽ ആഗതി മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ ഒരു അഗ്നിപർവ്വതം തന്നെ, എന്നിട്ട് ഭൂമി അടിയുള്ള ലാവ തിളച്ചു മറിഞ്ഞ് പുറത്തൊക്കെ വന്ന് ഈ ഒരു അവസ്ഥയിൽ ഒരു മലയായി. എന്നിട്ട് എന്ത് ചെയ്തേ, ഇതിനാ ചുറ്റും പാരെല്ലാം പറ്റി പിടിച്ച് വളരാൻ തുടങ്ങി. ഈ അവസ്ഥയിലുള്ള ഇന നമ്മൾ ഫ്രിഞ്ചിങ് റീഫ് എന്ന് പറയും. എന്നിട്ട് ഈ മല ഇനിയും തണുക്കും കാണും, കൊല്ലങ്ങളെല്ലാം കഴിഞ്ഞ തണുക്കും. തണുക്കേണ്ട പോലെ ഇനി സാന്ദ്രത കൂടും. സാന്ദ്രത കൂടുന്ന പോലെ ഇനിയും ഇത് അടിക്കും. ഓക്കെ, ആ സമയത്ത് ഇത് അടിക്കുന്നതിനെ കൂടെ തന്നെ ഇനിയുടെ ഈ പാരെല്ലാം മേലൊക്കെ വളർന്നുകൊണ്ട് പൊന്തുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിനുള്ള ഈ അവസ്ഥയെ നമ്മൾ ബാരിയർ റീഫ് എന്നല്ലോ. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണ് എക്സാമ്പിളാണ്. ഓക്കെ, മൂന്നാമത് പിന്നെയും ഇത് തണുക്കണമെങ്കിൽ തന്നെയുണ്ട്, പിന്നെയും ഇത് അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇത് പോയിപ്പോണ്ടേ. എന്നിട്ട് ഈ റീഫ് മാത്രം ഇനിയും റിമെയിൻ ചെയ്യും. എന്നിട്ട് ഈ റീഫെല്ലാം പൗഡേഡായി മണ്ണുണ്ടായി നമ്മളെ കാറ്റും വേവും കാരണം ഒരു മൂല കടിഞ്ഞു കൊടുക്കും. പിന്നെ അനാവശ്യക്ക് ചെറിയ ചെടിയെല്ലാം വരും, പിന്നെ തെങ്ങ് മരങ്ങളെല്ലാം വരും. അങ്ങനെല്ലാം ആണ് ഫർദർ നമ്മളെ നാട് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഈ സാധനത്തിനെ ഡാർവിനെ സബ്സൈഡൻസ് തിയറി എന്നുള്ളൂ. ഇതാണ് നമ്മളെ ലക്ഷദ്വീപ് ഉണ്ടായ പ്രോസസ്സ്. ക്ലിയർ? ലക്ഷദ്വീപ് ഐലൻഡ് ഫോം ചെയ്തൊരു മറ്റേ പ്രോസസ്സാണ് ഈ കാണുന്നത്. 3 കഷ്ണമായിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മൾ. ഓക്കെ, ഇതെല്ലാം നടന്നിരിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ ഭൂമിക്കകത്തുള്ള മാഗ്മയില്ലേ, ആ മാഗ്മ കുറേ പോയിന്റ്സ് കൂടെ പുറത്തോട്ട് ചാടും. ആ പോയിന്റ്സിന് നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയും. അങ്ങനെ ഈ ആഫ്രിക്കയുടെ അടുത്തൊരു ഐലൻഡ് ഉണ്ട്, റിയൂണിയൻ ഐലൻഡ്. ആ ഹോട്ട്സ്പോട്ട് കൂടെ ലാവ ചാടി പണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ. അപ്പോൾ നമ്മളെ ഈ ഇന്ത്യൻ പ്ലേറ്റ് ഉണ്ടല്ലോ, ടെക്ടോണിക് പ്ലേറ്റ്, ആ പ്ലേറ്റ് ആ റീജിയനിൽ കൂടെ ഇങ്ങനെ മൂവ് ആകുമ്പോൾ ഈ റിയൂണിയൻ ഹോട്ട്സ്പോട്ട് കൂടെ ലാവ പുറത്ത് ചാടിയിട്ട് കുറേ ഹോൾസ് ഉണ്ടാക്കും പ്ലേറ്റിൽ. ആ ചാടുന്ന സ്ഥലത്ത് കൂടെ വരുന്ന മാഗ്മ സീ വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് തണുത്ത് കുറയും. അങ്ങനെയാണ് ഈ വോൾക്കാനിക് ഐലൻഡ്. ഫസ്റ്റ് ഈ ഐലൻഡ് ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈ ഫോം ചെയ്ത ഐലൻഡിനെ ചുറ്റും പയ്യെ എന്ത് ചെയ്യും, കോറൽസ് അറ്റാച്ച് ആയിട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇതിനെ നമ്മൾ ഫ്രിഞ്ചിങ് റീഫ് എന്ന് പറയും ഫസ്റ്റ് സ്റ്റേജിൽ. എന്നിട്ട് ഇത് തണുത്ത് പറയുമ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി കൂടും, സാന്ദ്രത കൂടുമ്പോൾ ഇത് ഭൂമിൻ്റെ അകത്തോട്ട് പിന്നെ പോയിക്കൊണ്ടാവും. അങ്ങനെ പോയിട്ട് ഇത് താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ കാണുന്നത്. ഓക്കെ, ഫർദർ ഈ കോറൽസ് ഇല്ലേ, ഇത് താഴ്ന്നതിനനുസരിച്ച് ഇത് മുകളിലോട്ട് ഇങ്ങനെ വളർന്നുകൊണ്ട് വരും, ഏത് സീ സർഫസിലോട്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്താണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഈ മലയുടെ ഈ വോൾക്കാനോടെ ഇതിൻ്റെ ഇടയിലൊരു വെള്ളമെല്ലാം വന്ന് ഒക്കിപ്പേട് ആവും. ഈ സ്റ്റേജിനെ നമ്മൾ ബാരിയർ റീഫ് എന്ന് പറയും. ഓസ്ട്രേലിയയിലുള്ള ഗ്രേറ്റ് ബാരിയർ റീഫില്ലേ, അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. തേർഡ് സ്റ്റേജിൽ ഇത് ഫർദർ എന്ത് ചെയ്യും, വെയിറ്റ് തണുത്ത് കുറഞ്ഞിട്ട് വെയിറ്റ് കൂടും, ഡെൻസിറ്റി കൂടുമ്പോൾ താഴോട്ട് പിന്നെയും പോയിട്ട് ഈ ഒരു നിലയിലാവും. ഈ പുറത്തുള്ള റിംഗ് റീഫ് മാത്രം എക്സ്പോസ്ഡ് ആയിട്ടായിരിക്കും. പിന്നെ ഈ റീഫിന്ന് ഇത് താഴോട്ട് പോകും, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് ഈ റീഫിന്ന് എന്ത് ചെയ്യും, മണലൊക്കെ പൊടിഞ്ഞിട്ടുണ്ടാവും. ആ ഉണ്ടാകുന്ന മണൽ വേവും ടൈഡും കറണ്ടും എല്ലാം കാരണം, പിന്നെ വിൻഡും എല്ലാം കാരണം ഈ റീഫിൻ്റെ ഒരു മൂലയിൽ വന്ന് അടിഞ്ഞു പോകും. എന്നിട്ട് ഫർദർ അതിൽ പയ്യെ വെജിറ്റേഷൻസ് വരും. പിന്നെ അതിലെന്ത് ചെയ്യും, ഈ വലിയ തെങ്ങുകളും എല്ലാം വന്ന് കൂടിയിട്ട് അങ്ങനെയാണ് ഐലൻഡ് മൊത്തത്തിൽ ഉണ്ടാകുന്നത്. ഇതാണ് ഇപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് ബ്ലോക്ക് ആകുന്നത് ഈ റീഫിലാണ്. ഓക്കെ, നാച്ചുറൽ ബാരിയറാണ്. ഈ തെങ്ങൊക്കെ തന്നെ ഉണ്ടായതാണോ? തെങ്ങൊക്കെ